ഹായ്, ഞാനേ ഇവിടെ കണ്ണൂരാണുള്ള. നമ്മുടെ അച്ഛന് ചെറിയൊരു ക്ഷീണമായിട്ട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ള ICUലുള്ള അച്ഛനടക്ക് വരുന്നതാണ്. ഒരു സോഡിയം കുറയുന്ന സമയത്ത് ഇതുപോലെ ആവുന്നതാണ്. അപ്പോൾ അവിടെ അമ്മയാണുള്ള. അപ്പോൾ ഞാൻ ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടാവുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ ICUവിൻ്റെ പുറത്ത് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ വെച്ചാൽ പുറത്തില്ല, ഒരു ബെഞ്ചില്ല, കസേരയില്ല, ഒരു സാധനമില്ല. കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ പുറത്തെ എനിക്കൊന്നും അതിലെന്തോ ഒരു സൈക്കോളജി ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം. എനിക്കെന്തോ അതൊരു മോശമായി തോന്നി. കാരണം പുറത്തൊരു 10-50 ആൾക്കാരെങ്കിലും ഉണ്ട് നീട്ടത്തിൽ ഉള്ള ഹാളിൽ നിന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇരിക്കാനൊരു സ്ഥലമില്ല. ലിഫ്റ്റ് ഉള്ള ഒരു ഹാളിൽ ചെറിയൊരു 5-6 പിന്നെ കസേരയുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ അല്ല, വിഷയം അതല്ലേ. ഞാൻ എന്നിട്ട് തിരിച്ചിതാ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടേ. ഞാൻ ഏതാണ്ട് നമ്മളെ കണ്ണൂരുള്ള AKG ഹോസ്പിറ്റലിന് മുമ്പിലെത്തുമ്പോൾ ഒരു ബൈക്കുകാരൻ അങ്ങ് ഇങ്ങോട്ടേക്ക് വരുന്നേ. ബൈക്കുകാരൻ വരുമ്പോൾ മുറിയത്തിൽ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ഒരു അച്ഛനും മോളെ അറിയാണ്ട് വേഗം അങ്ങ് നടന്ന് ബൈക്കിന്റെ നേരെ മുറിയത്തിൽ അയാൾ സഡന്നായിട്ട് ബ്രേക്ക് ഇട്ട് എന്നിട്ടോ അയാളുണ്ടല്ല ചിരിച്ചോണ്ട് മോളെ ചിരിച്ചോണ്ട് മോള് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടാ. സാധാരണ ഞാനും അങ്ങനെയാണ്. എന്റെ കാറിന് മുമ്പിൽ ആരെങ്കിലും പെട്ടെന്ന് കയറിപ്പോയിട്ടുണ്ടെങ്കിലല്ല ഞാൻ ചിരിച്ചോട്ട് സാരില്ലെന്നും പറ്റി പോയിക്കോന്ന് പറയാം. കാരണം നമുക്കറിയാം അതൊരു അബദ്ധം പറ്റിയെന്ന്. ഒരാളും മനഃപൂർവ്വം കാറിന്റെ മുമ്പിൽ വന്നു പോകില്ല. അബദ്ധമാണ്, അശ്രദ്ധയാണ്, ഒക്കെയാണ്. അപ്പൊ എന്താ പറ്റിപ്പോയില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചിരിച്ചോണ്ട് സാറിലപ്പോ എടുത്ത് പോയിക്കോന്നിട്ട് ചിരിക്കുക. പക്ഷേങ്കിൽ ഇതേ അബദ്ധം അനക്കൊന്ന് രണ്ടോട്ടം പറ്റി. ആ സമയത്തുണ്ടല്ല എന്നോട് ചോദിച്ചതല്ല, ഏടാ നോക്കിയിട്ടാടാ വണ്ടി ഓടിക്കുന്നത്. അതായത് അല്ല, ഒരാളെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമാണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഏതാണ്ടൊക്കെ നല്ലൊരു ക്ലിയർ ആയിട്ടാ. എന്നൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവര് മാക്സിമം ചിരിച്ചോണ്ടല്ലാക്കിയിട്ട് പറ്റിപ്പോയതല്ലെന്ന രീതിയാണ്. കുറച്ച് പ്രായമുള്ള, നമ്മളെക്കാട്ടും കുറച്ച് പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ ഏടിയാടാ എന്താണ് ഏടാ നോക്കിയിട്ടാ പോകുന്നാലും ചോദിക്കുന്ന ഒരു സാധനെ. കാലം മാറി, അതെല്ലാം പഴയ സ്റ്റൈലല്ലേ. ഇപ്പൊ എന്താ പരസ്പരം മനസ്സിലാക്കുക, ആരും ഇങ്ങോട്ട് വന്ന് കുത്തുമില്ല, ആരും മനഃപൂർവ്വം മുട്ടുമില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ വ്യക്തി, ആ ബൈക്കുകാരന്റെ ആ ചിരി, ആ കുട്ടീനെ, ആ ഒരു മോളും അച്ഛനാന്നുള്ള ആ മോളും അച്ഛനും അങ്ങനെ ഒരു ചിരി ചിരിച്ചിട്ട് ആ പോയ പോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് പറയണം തോന്നിയ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരായാലും ഞാൻ പറയാം, വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ മുറിയത്തില് അശ്രദ്ധമായി ബൈക്കോ കാറോ എന്തെങ്കിലും മുറിയത്തില് നമ്മൾ പോകുന്നതിന്റെ അടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ മുട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ല, ഒരു ചിരി കൊടുത്ത് വിട്ടാൽ ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ആ മുറിയത്തിൽ പോയ വ്യക്തി ഉണ്ടല്ലോ, മനസ്സിൽ അത്രയും പേടിച്ചിട്ടുണ്ടാവും, ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആ ചിരി ഉണ്ടല്ലോ, ആ വ്യക്തി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആശ്വാസമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അഥവാ വണ്ടി തട്ടിപ്പോയിട്ടുണ്ടെങ്കിലും ഒച്ചപ്പാടും ബഹളം നാക്കാണ്ട് സംസാരിച്ചിട്ട് അതിന്റെ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആക്കുക. പക്ഷെ അതിൽ പറ്റിക്കുന്ന ആളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മുന്നേ ഒരു കഥ ഉണ്ടായി. എന്റെ ബെൻസിന്റെ ബാക്കിൽ കള്ളു പിടിച്ചിട്ട് 4-5 മിനിറ്റ് കാറ് വെച്ചടിച്ച് ഞാൻ ബസ് സ്റ്റേഷനിൽ പോകുന്ന മര്യാദക്ക് പറഞ്ഞ് അവർ ഫോട്ടോക്കാരിലെടുത്തിന്. അവര് പോകുന്നു പറഞ്ഞ് തിരിച്ചൊറ്റ വിടല്. ബയ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇൻഷുറിന്റെ കേസ് എടുത്തോ, അത് ഇൻഷുർ കിട്ടൂലേ, ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. പിന്നെ എനക്ക് ഇതിന്റെ ബാക്കിൽ പോകാനും മടിയായതുകൊണ്ടും പിന്നെ അവരെല്ലാം കുറച്ച് സങ്കടം പറഞ്ഞു, ഇറക്കാട് കുറച്ച് സങ്കടം പറഞ്ഞവര്, നമുക്ക് ഇതെങ്ങനെയാണ് കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവരും സാധാരണ നാടൻ പണിക്കാരിലാണ് കേട്ടാ, നമ്മൾ നല്ല പറ്റാര് ഇതെല്ലാം പറഞ്ഞുണ്ട്. ഞാനും അവിടെ കണ്ണടച്ചു. അപ്പോ അല്ലേ, അങ്ങനെ കണ്ണടക്കണമെന്ന് ഞാൻ പറയില്ല. എന്റെ നടപടി ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലും മുറിയെത്തപ്പഞ്ഞ ആണായാലും പെണ്ണായാലും ആരായാലും ചീത്ത പറയരുത് പ്ലീസ്. അവരോട് ഒരു ചിരി കൊടുത്താൽ ആ ചിരി കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും അവരിങ്ങോട്ട് നോക്കിയിട്ട് ഒരു ചിരി വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചറിയുന്നതെന്ന് എനിക്ക് പറയാനുള്ള. അപ്പം ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോൾ കണ്ട ഒരു സംഭവം പറഞ്ഞതാണ്, അതിനോടനുബന്ധിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അച്ഛൻ ICUലുള്ള. അപ്പം അച്ഛന് വേണ്ടി നമ്മളെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. വല്ല ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം അച്ഛൻ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം ഇതുപോലെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഗ്ലൂക്കോസൊക്കെ കയറ്റി കുറച്ച് മെഡിസിനൊക്കെ അടിച്ച് അച്ഛൻ സെറ്റായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ആവണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ അച്ഛനെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാന്നുകൂടി എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാനത് നമ്മുടെ നാട്ടിൽ കമ്പൽ എത്താനായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ശരി, എന്നാൽ എല്ലാവർക്കും ഓക്കെ, ബൈ.